തൃശൂർ പൂരം മലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കമ്മീഷണർ അങ്കിത് അശോകനെതിരെ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് ഹർജി ഫയൽ ചെയ്തത്. കമ്മീഷണർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യം. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, കമ്മീഷണർക്കെതിരെയാണ് വീണ്ടും ഹർജി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങളും? കമ്മീഷണർ അങ്കിത് അശോകനെതിരെ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് ഈ ഹർജിക്കാരൻ. ഇതിൽ തന്നെ കമ്മീഷണർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്നും അന്വേഷിക്കണമെന്നുമാണ് ഈ ഹർജിയിൽ പറയുന്നത്. ഇത് നേരത്തെ തന്നെ ബി.ജെ.പിയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ച വിഷയം തന്നെയായിരുന്നു. ഇത് കമ്മീഷനെ കൊണ്ട് മാത്രമല്ല നടക്കുന്നത്. ഇതിന് പിന്നിലൊരു ശക്തിയുണ്ട്. അതാരാണോ ഈ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഹർജിയിലെ ആവശ്യവും. കമ്മീഷണറെ മാത്രം നടപടി അതുകൊണ്ട് മാത്രം ഒതുങ്ങില്ല. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വം അടക്കം കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഷേധ യോഗത്തിലും പങ്കെടുക്കുന്നതാണ്. ആദ്യം ഹിന്ദു ഐക്യവേദി നൽകിയ ഒരു ഹർജിയായിരുന്നു പി സുധാകരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി സുധാകരൻ നൽകിയ ഹർജിയായിരുന്നു പരിഗണിച്ചിരുന്നത്. പിന്നീടാണ് വീണ്ടും ഇപ്പോൾ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും പൂരത്തിനിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ ഓരോ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ ഈ പൂരത്തിനെത്തിയവരെ മർദ്ദിക്കാനും അതോടൊപ്പം ഈ ഭാരവാഹികളെ അടക്കം മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ പോലീസിനെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല, ഇതിന് പിന്നിലൊരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണം. അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് ആവശ്യമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടി ഇതിനെതിരെ വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. കെ പി